രാവിലെ കൊച്ചിന് കുടിക്കാനുള്ളത് എടുത്ത് അവിടെ അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ റെഡിയായി. ചായയും കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് അവിടെ ഇച്ചിരി കൂടെ ഒന്ന് കിഴക്കട്ടെ. അപ്പോൾ ഇവർക്ക് ടിഫിന് കൊടുക്കാനും ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വെജ് പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. ഒന്നിച്ചിരി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് ബ്രെഡിൻ്റെ അകത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് നമ്മുടെ ചോളം പൊടിയുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാനിതൊന്ന് പുട്ടൊന്ന് നനച്ചങ്ങോട്ട് പൊടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കുള്ളത് ഞാനിവിടെ ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് ഇതിൻ്റെ അകത്ത് 2 സവാളയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പാറ്റീസും വെച്ച് മുകളിലൊരു ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഈ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്ന ടോസ്റ്റർ കൊണ്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഇതിവിടെ ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാ പിള്ളേർക്കും ഇത് ഇഷ്ടമാണ്. അപ്പം എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്. വേറെ ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ കഴിക്കും. അങ്ങനെ ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പുട്ട് അവിടെ അടപ്പത്ത് വെച്ചായിരുന്നു. അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പം ഞാൻ ഇനി ഒരു മീൻതോരനാണ് വെക്കുന്നത്. അപ്പം മീൻതോരന് വേണ്ടി ഞാൻ ചട്ടിക്കകത്ത് ഇപ്പം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 4 പച്ചമുളകും ചേർത്തിട്ട് അതിൻ്റെ അകത്ത് ഈ അരപ്പിന് വേണ്ടി തേങ്ങ, അതിലേക്ക് തന്നെ പച്ചമുളക്, 1-2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു സവാള ചേർക്കും. കാരണം ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പീര. അതുകൊണ്ട് പീരയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചിലപ്പം തേങ്ങ കൂടുതലുണ്ടെങ്കിൽ ഉള്ളി ഇങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഉലുവാപ്പൊടിയും ചേർത്ത് പുളിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തത്തിപ്പൊത്തി ഒന്ന് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. കാരണം ഇത് തിളയ്ക്കുന്നുണ്ടെങ്കിൽ മീനിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും. ഇതൊന്ന് അടപ്പത്തോട്ട് വെക്കട്ടെ. ഞാൻ അരയ്ക്കാൻ നേരം പുളിയുടെ വെള്ളം ഉണ്ടല്ലേ, നമ്മൾ പുളി കുതുക്കാൻ വെള്ളം വെക്കത്തില്ലേ, ആ വെള്ളം വെച്ചാണ് ഞാൻ അരപ്പൊക്കെ അരച്ചത്. അപ്പം ഒരു 10 മിനിറ്റൊക്കെ ആണേ മീനിൻ്റെ അകത്തു നിന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങുന്നുണ്ട്. ഞാനപ്പോൾ ആ സ്പൂണിൻ്റെ ആ പുറകുവശം കൊണ്ട് മൂടുവശം കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. സ്പൂണിൻ്റെ മൂടുവശം കൊണ്ട് ഇളക്കാവൂ, അല്ലാതെ എങ്കിൽ അത് പൊടിഞ്ഞു പോവേ. അപ്പം മോരുകറി വെക്കാനായിട്ട് കുറച്ച് തൈരുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഒന്ന് കലക്കിയെടുക്കട്ടെ, മിക്സിയിലൊന്ന് അടിച്ചെടുക്കട്ടെ. ഞാൻ ആ തൈര് ഉടച്ചത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് ചൂടാക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ പുക പോലെ ആവി പോലൊക്കെ വരാൻ തുടങ്ങിയുണ്ടെങ്കിൽ ഞാൻ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്തായിരുന്നേ. അപ്പം കടുക് വറുക്കാൻ നേരം ജീരകം കൂടെ ഇച്ചിരി ഇട്ട് പൊട്ടിച്ചിട്ടാണ് കടുക് വറുത്തത്. അപ്പോൾ നമ്മുടെ മീൻതോരനും ഇവിടെ വറ്റി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.